മന്ത്രിസഭാ ചർച്ച അതിഗംഭീരമായി നടക്കുമ്പോൾ, മാരത്തോൺ ചർച്ച നടക്കുമ്പോൾ, ഈ ഘടകകക്ഷികളെയൊക്കെ ഒരുവിധം പറഞ്ഞ് അനുനയിപ്പിച്ചൊരു വശത്തേക്ക് നിർത്തുമ്പോൾ ഈ സഭകളും മഠങ്ങളുമെല്ലാം അവരവരുടെ ആൾക്കാരെ മന്ത്രിയാക്കണമെന്നുള്ള ആവശ്യങ്ങളും കൂടി ഇപ്പോൾ വയ്ക്കുന്നുണ്ട്. 10 ദിവസം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയെ കിട്ടിയത്. മുഖ്യമന്ത്രിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യങ്ങൾ, അത് കിട്ടിക്കഴിയുമ്പോൾ സഭയും വിവിധ സമുദായങ്ങളും മഠവും ഒക്കെ അവരുടെ ആവശ്യങ്ങൾ. എന്തായാലും എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരണം എന്നുള്ളത് സാധ്യമാണോ എന്നുള്ളത് നോക്കാം. എന്തായാലും പട്ടിക വരുമ്പോൾ മന്ത്രിമാരുടെ പട്ടിക 5 മണിക്കുള്ളിൽ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറുമെന്നുള്ള വിവരം വരുന്നുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണറെ കാണും. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ അല്പസമയത്തിന് മുൻപ് ടി എൻ പ്രതാപൻ പറഞ്ഞത് ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനമായെന്നാണ്. 5 മണിക്ക് തന്നെ പട്ടിക കൈമാറലുണ്ടാവുമോ? ക്രിസ്ത്യന് 5 മണിക്ക് മുൻപ് ഈ പട്ടിക കൈമാറാനാണ് നിലവിൽ ഇപ്പോൾ UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. മാത്രമല്ല, നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പട്ടിക ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ കന്റോൺമെന്റ് ഹൗസിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ട, അതായത് അവസാന മിനിറ്റിലെ ചില തിരുത്തലുകൾ, ചില കുറിക്കലുകൾ മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കമടക്കമുള്ള കാര്യങ്ങൾ അത് പരിഹരിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ അവർ ഉന്നയിച്ച 2 സീറ്റ് എന്നുള്ളത് 1 സീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നൊക്കെയുള്ളതൊക്കെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ. അതിനൊടുവിൽ ആ പട്ടിക 4 മണിക്കും 5 മണിക്കും ഇടയിൽ കൈമാറും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെ ഒരു അനൌദ്യോഗിക കമ്മ്യൂണിക്കേഷൻ ലോക്ഭവനുമായി ഇതിനോടകം തന്നെ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ ലോക്ഭവൻ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 മണിക്ക് മുൻപ് ആ പട്ടിക കൈമാറും. അതിനുശേഷം ഒരുപക്ഷെ വാർത്താ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ വിളിച്ചായിരിക്കും ആരൊക്കെയാണ് മന്ത്രി പട്ടികയിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുക. ഏതായാലും വൈകിട്ട് 5 മണിക്കുള്ളിൽ പരമാവധി ആ പട്ടിക നൽകാൻ തീരുമാനമുണ്ടാകും. അതിനുശേഷം ലോക്ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ഔദ്യോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില നടപടിക്രമങ്ങളുണ്ട്. അതുകൂടി പൂർത്തീകരിച്ചായിരിക്കും നാളത്തെ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുക. ക്രിസ്tina, യെസ്, എന്തായാലും ഷഫീദ് തുടരുക. ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് അതിൽ ഈ മന്ത്രിസഭയിൽ ആരൊക്കെ എന്നുള്ള പേരുകളിൽ വെട്ടുവീണത് IC ബാലകൃഷ്ണനാണ്. IC ബാലകൃഷ്ണൻ മന്ത്രി ആകില്ല. രമേശ് ചെന്നിത്തലയുടെ സമ്മർദ്ദം ഫലം കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട്ടിൽ നിന്ന് ടി സിദ്ദിഖ് മന്ത്രിയാകും. അവസാന നിമിഷം AK ആന്റണിയുടെ ഇടപെടലാണ് നിർണായകമായെന്നതാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കമാൻഡുമായി AK ആന്റണി സംസാരിച്ചതോടെ ടി സിദ്ദിഖിന് മന്ത്രിസ്ഥാനം ഉറപ്പായി. ഷഫീദ് റാവുത്തർ വീണ്ടും ചേരുകയാണ്. ഷഫീദെ, ഈ IC ബാലകൃഷ്ണന് വേണ്ടി പ്രിയങ്കാ ഗാന്ധി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടികവർഗ വകുപ്പ് എന്നൊരു പ്രത്യേക വകുപ്പ് വേണമെന്ന ആവശ്യമുണ്ടായിരുന്നു. ഇതൊക്കെ മറിയുകയായിരുന്നു. ഇത് ഒരു ആന്റണി ഇമ്പാക്ട് എന്ന് പറയാൻ പറ്റുമോ? ക്രിസ്ത്യൻ, ഉറപ്പായിട്ടും നമുക്കറിയാം ഈ രാഷ്ട്രീയം സാധ്യതകളുടെ ഒരു ഗെയിമാണ്, ഒരു കളിയാണ്. സ്വാഭാവികമായും രമേശ് ചെന്നിത്തല എന്ന് പറയപ്പെടുന്ന അതികായനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം മുന്നോട്ട് വെച്ച കളങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ, പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ആദ്യം അൻവർ സാദത്തിന് വേണ്ടി നിലയുറപ്പിച്ചു. അതിനുശേഷം IC ബാലകൃഷ്ണൻ എന്നുള്ള കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ച മന്ത്രി പട്ടികയിലെ സാമുദായിക സമവാക്യം അടക്കമുള്ള കാര്യങ്ങൾ അത് തൃപ്തിപ്പെടുത്തണം. അപ്പോൾ സ്വാഭാവികമായും ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മന്ത്രി എന്ന രീതിയിലൊക്കെയുള്ള ഒരു പരിഗണന അത് ടി സിദ്ദിഖിന് അനുകൂലമായി മാറി. അതിനൊക്കെ അപ്പുറത്തേക്ക് വയനാട്ടിൽ നിന്നൊരു മന്ത്രി എന്ന പേര് വന്നപ്പോൾ ആദ്യം ഈ പട്ടികജാതി പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങളാണ് IC ബാലകൃഷ്ണൻ ക്യാമ്പ് അല്ലെങ്കിൽ ചെന്നിത്തല ക്യാമ്പ് മുന്നോട്ട് വെച്ചതെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയുടെ അടക്കം ഒരു സപ്പോർട്ട് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം അത് KPCC അല്ലെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ആ തീരുമാനം അത് ഹൈക്കമാൻഡിന് വിട്ടത്. ഹൈക്കമാൻഡുമായി ആ തീരുമാനം അത് ചർച്ച ചെയ്യുന്നതിന് AK ആന്റണിയെ വീട്ടിലെത്തി നടത്തുന്ന കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ, ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയത്. ആ കൂടിക്കാഴ്ച ഫലം കണ്ടു. അവസാന നിമിഷം ഒരു AK ആന്റണി ഇമ്പാക്ട് അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. AK ആന്റണി ഹൈക്കമാൻഡുമായി സംസാരിച്ചു. അങ്ങനെയാണ് ടി സിദ്ദീഖിന് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ രീതിയിൽ AK ആന്റണിയുടെ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ചർച്ച നടന്നപ്പോഴും AK ആന്റണിയുടെയും VM സുധീരന്റെയും വാക്കുകൾക്ക് AICC നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ്, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള ആളുകൾ വലിയ പ്രാധാന്യം കൊടുത്തതാണ്. ടി സിദ്ദീഖിന്റെ കാര്യത്തിലും സമാനമായ രീതിയിൽ ആ പ്രാധാന്യം, ആ ഗൗരവം അത് AK ആന്റണിയുടെ വാക്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഏതായാലും IC ബാലകൃഷ്ണൻ ഇപ്പോൾ ചെന്നിത്തലയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇനി ഇതിനുശേഷമുള്ള ചെന്നിത്തല ക്യാമ്പിന്റെ പ്രതികരണം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നിർണായകമാണ്. കാരണം അൻവർ സാദത്തിന് പരിഗണനയില്ല, IC ബാലകൃഷ്ണന് പരിഗണനയില്ല. സ്വാഭാവികമായും രമേശ് ചെന്നിത്തല ആവർത്തിച്ച് തനിക്കൊപ്പമുള്ള നേതാക്കളെ ക്യാബിനറ്റിൽ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ആ രീതിയിലടക്കം ചെന്നിത്തലയുടെ പ്രതികരണം നിർണായകമായി മാറുകയും ചെയ്യും. യെസ്, എന്തായാലും RC എന്ത് പറയുന്നു അത് അതുപോലെ നടക്കുമെന്ന് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ചെന്നിത്തല എന്ത് പറയുന്നു അതുപോലെ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണമെന്ന് ചെന്നിത്തല പറഞ്ഞിരുന്നു. പക്ഷെ അതിപ്പോൾ എന്തായാലും നടന്നിട്ടില്ല. ഒപ്പം തന്നെ ഇപ്പോൾ പുതിയൊരു വിവരം കൂടെ വരുന്നത്, നമ്മളെ ജയിച്ച MLA-മാർ, അതായത് ജയിച്ചവര് അല്ലെങ്കിൽ നിയുക്ത MLA-മാരൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. ഇപ്പൊ ഐഷ പോറ്റി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയെന്ന വാർത്ത കൂടി വരുന്നു. അതെന്തിനായിരിക്കാം എന്ന് അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.